ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഈ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് ഏതൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 ബ്രാഞ്ചസ് ആണ് ഈ അക്കൗണ്ടിങ്ങിനുള്ളത്. ഒന്ന് ബുക്ക് കീപ്പിംഗ്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മൂന്നാമത്തത് കോസ്റ്റ് അക്കൗണ്ടിംഗ്, നാലാമത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഏതൊക്കെയാണ്? ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇങ്ങനെ 4 ബ്രാഞ്ചസ് ആണ് ഈ അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഓക്കെ, ഒന്നാമതാണ് ബുക്ക് കീപ്പിംഗ്. എന്താണ് ഈ ബുക്ക് കീപ്പിംഗ്? എന്താണ് ബുക്ക് എന്ത് ചെയ്യാൻ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെ അല്ലെ. അപ്പോ ഒരു പ്രൈമറി റെക്കോർഡിംഗ് ഓഫ് ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഓഫ് എനി ബിസിനസ് യൂണിറ്റ് ആൻഡ് ദയർ സബ്സീക്വന്റ് പോസ്റ്റിംഗ് ഇൻ ടു ദ ലെഡ്ജർ അക്കൗണ്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രൈമറി റെക്കോർഡിംഗ് ആണ്. എന്ത് പ്രൈമറി റെക്കോർഡിംഗ് ആണ്? സ്ഥാപനത്തില് ഡേ ടു ഡേ, അതായത് ബിസിനസ് യൂണിറ്റിൽ നടക്കുന്ന ഡേ ടു ഡേ ഉള്ള ട്രാൻസാക്ഷന്റെ ഒക്കെ ഒരു പ്രൈമറി റെക്കോർഡിങ്ങും അതുപോലെ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ആ ജേർണലൈസ് ചെയ്ത് കഴിഞ്ഞാല് അത് ഓരോന്നും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലെഡ്ജർ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് അടങ്ങിയിട്ടുള്ള ഒരു ഫങ്ഷൻസ് ആണ് ഈ ബുക്ക് കീപ്പിങ്ങിനുള്ളത്. അപ്പോ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? അത് ജേർണലൈസ് ചെയ്യുക. ആ ജേർണലൈസ് ചെയ്ത് ഓരോ ഐറ്റം എന്ത് ചെയ്യണം? അത് സബ്സീക്വന്റ് ആയിട്ടുള്ള ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന പ്രൈമറി റെക്കോർഡിംഗ് ആണ് ഈ ബുക്ക് കീപ്പിംഗിന്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോ ജേർണലൈസ് ചെയ്യുക, ലെഡ്ജർ ചെയ്യുക, അതാണ് ബുക്ക് കീപ്പിംഗിന്റെ ഫങ്ഷൻസ്. ഹിയർ ദ ജോബ് ഓഫ് അക്കൗണ്ടന്റ് ഈസ് ഓൺലി കീപ്പിംഗ് ദ പ്രോപ്പർ റെക്കോർഡ്സ്. ഇറ്റ് ഈസ് ദെയർഫോർ termed as bookkeeping. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിന്റെ ജോലിയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുക? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഡേ ടു ഡേ ആയിട്ട് വരുന്ന പല ട്രാൻസാക്ഷൻസ് ചെയ്യുക, ജേർണലൈസ് ചെയ്യുന്നു. അത് ജേർണലൈസ് ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നത്? അവര് അതുമായി ബന്ധപ്പെട്ട ലെഡ്ജറിലോട്ട് എന്ത് ചെയ്യാണ്? പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? പ്രോപ്പർ ഉള്ള റെക്കോർഡ്സ് എന്തുണ്ട്? അക്കൗണ്ടന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. എന്താണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാല്? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കൗണ്ടിംഗ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ദെർബൈ ചെക്കിംഗ് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. അക്കൗണ്ടിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ്? ട്രയൽ ബാലൻസുമായിട്ട് അക്കൗണ്ടിംഗ് ട്രയൽ ബാലൻസ് മാത്രമായിട്ടല്ല, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പോ ആദ്യത്തെ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോ അക്കൗണ്ടിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്? എന്ത് ട്രയൽ ബാലൻസിന്റെ പർപ്പസ് എന്താണ്? നമ്മൾ ഈ ബുക്സ് ആൻഡ് റെക്കോർഡ്സിന്റെ അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്? അതൊന്നും മാച്ച് ചെയ്താൽ ശരിയാണോ നോക്കണം. അപ്പൊ അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. അപ്പോൾ ബുക്സ് ആൻഡ് റെക്കോർഡ്സിന്റെ അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക, അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നൊക്കെ നമ്മൾ ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങുമായി റിലേറ്റഡ്, അതായത് അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ ട്രയൽ ബാലൻസ് തയ്യാറാക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം, ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്ന പരിപാടികളാണ്, അല്ലെങ്കിൽ എന്താണ്? വർക്കുകളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ ദ നീഡ്സ് ഓഫ് യൂസേഴ്സ് ഹു ആർ എക്സ്റ്റേണൽ ടു ദ ബിസിനസ്. അപ്പോ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബന്ധപ്പെട്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്? നമ്മൾ തയ്യാറാക്കിയിട്ട് അതെന്താണ്? ബിസിനസിന്റെ എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ട്രയൽ ബാലൻസ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ എന്തല്ലത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ്.
അല്ലെ? സ്ഥാപനത്തിന് എന്താണ് അവിടെയുള്ള വരവ് ചെലവ് കണക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ്, സ്ഥാപനത്തിന്റെ ആസ്തി പറ്റി അതായത് ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റി ബാധ്യതകളെ പറ്റിയൊക്കെ എന്തുണ്ടാവും വ്യക്തമായ ഇൻഫർമേഷൻസ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലൊക്കെ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ് നമ്മളെ എക്സ്റ്റേണൽ യൂസേഴ്സ്, അതായത് എക്സ്റ്റേണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുക. അപ്പൊ ആരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? അതായത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാല് തൽപര ഗ്രൂപ്പുകള്, അല്ലെ? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുറത്തുനിന്നുള്ള തൽപര ഗ്രൂപ്പുകൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഭാവിയിൽ എന്തുണ്ടാവും? ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും, അല്ലെ? അവർക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് അവരൊന്നും ഒരു ബിസിനസ് സ്ഥാപനത്തിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെ? അവരെന്ത് ചെയ്യും? ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കും, അവിടുത്തെ പ്രോഫിറ്റ് നോക്കും, അല്ലെ? അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ സപ്ലയേഴ്സ്, അല്ലെ? നമുക്ക് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകള്, അങ്ങനെ നമുക്ക് ക്യാഷ് ഒക്കെ എന്താണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികള്, സ്ഥാപനങ്ങള്, അല്ലെ? ബാങ്ക്, അത്തരം സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? അവര് നമുക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ട്, അതായത് എക്സ്റ്റേണൽ യൂസേഴ്സിന് എന്താണ് ആവശ്യമുള്ള അക്കൗണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മുഖാന്തരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് കഴിഞ്ഞാൽ മൂന്നാമത്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ ബ്രാഞ്ച് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇൻ എനി മാനുഫാക്ചറിംഗ് കൺസേൺ ഇറ്റ് ഈസ് നെസസറി ടു കീപ് records of daily stock in hand, their issues and receipt, payments of wages, calculated regarding overhead charges, fixing the sales price of the products, to prepare the budget and their help to the cost control, etc. These functions are the functions of cost accountant. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു മാനുഫാക്ചറിങ് സ്ഥാപനമാണെന്നെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്ര സ്റ്റോക്കാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്, അതുപോലെ എത്രയാണ് അതിന്റെ ഇഷ്യൂസ്, എത്ര സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര സ്റ്റോക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആ സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് എംപ്ലോയീസിന് എത്ര വേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓവർഹെഡ് ചാർജസുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ്, അതുപോലെ ഓരോ പ്രൊഡക്റ്റിനും സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അതുപോലെ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടി വരും, അല്ലെ? വർഷമുള്ള ബഡ്ജറ്റുകള്, മാസത്തിൽ ബഡ്ജറ്റ് വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുക, കോസ്റ്റ് കൺട്രോള്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കീപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കീഴിലാണ് നമ്മൾ ചെയ്യുക. അതായത് ഇങ്ങനെ സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് കയ്യിലുണ്ട്, അതിന്റെ ഇഷ്യൂസ്, റെസിപ്റ്റ്, അതുപോലെ പേയ്മെന്റ് ഓഫ് വേജസ്, ഓവർഹെഡ് ചാർജസ്, അതുപോലെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങള്, ബഡ്ജറ്റ് തയ്യാറാക്കുക, ഇതൊക്കെ പറഞ്ഞാല് കോസ്റ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ ഒരു ഫങ്ഷൻസ്, ഇത്രയും പറഞ്ഞ ഈ ഫങ്ഷൻസ് ഒക്കെയാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടന്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു മാനുഫാക്ചറിംഗ് സ്ഥാപനവുമായി റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്തതാണ് നാലാമത്തെ ബ്രാഞ്ച് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നോക്കാം. ദ പ്രസന്റ് ഡേ മാനേജ്മെന്റ് ഈസ് വെരി മച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ അക്കൗണ്ടന്റ് ഇൻ ഓൾ ദ ലെവൽസ് ഓഫ് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഈ അടുത്ത കാലത്തും ഇപ്പോഴൊക്കെ എന്താണ് മാനേജ്മെന്റ് കൂടുതലായിട്ടും അക്കൗണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജീരിയൽ ആക്ടിവിറ്റീസ്, എല്ലാ തലങ്ങളിലും വരുന്ന മാനേജീരിയൽ ആക്ടിവിറ്റീസിലൊക്കെ പല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ നടക്കുന്ന ബിസിനസ്സിലൊക്കെ. അപ്പൊ ബൈ ഫർണിഷിംഗ് റെഗുലർ റിപ്പോർട്ട്സ് റിഗാർഡിംഗ് വേരിയസ് നെസസറി ഇൻഫർമേഷൻ റിക്വയർഡ് ഡെയിലി ബൈ ദ മാനേജ്മെന്റ്, ദ അക്കൗണ്ടന്റ് വെരി ably help in their work. അപ്പോ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് അക്കൗണ്ട് എന്തെയ്യുന്നു? എല്ലാ വേണ്ട മേഖലകളിലൊക്കെ എന്താണ് ഡെയിലി റിപ്പോർട്ടൊക്കെ എന്തെയ്യുന്നു? ഫർണിഷ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാ കണക്ക് വിവരങ്ങളും അക്കൗണ്ടിന്റെ കയ്യിലുണ്ടാവും. അക്കൗണ്ട് എന്ത് ചെയ്യണേ? മാനേജ്മെന്റിന് ഇപ്പോ എത്രയാണ് ഇപ്പൊ നമുക്ക് ഓവർഹെഡ് ചാർജ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിനെ ബന്ധപ്പെടുന്നു. അപ്പൊ അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. കോസ്റ്റ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, പ്ലാനിങ് എക്സെട്ര ആർ ദെയർഫോർ ദ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഫങ്ഷൻസ് ആണ്.
അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാണ്, ഡെയിലി ആയിട്ട് എന്ത് ചെയ്യണേ, റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, ഫർണിഷ് ചെയ്ത് കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് നോക്കാണ്ട്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്? എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെ? അതേസമയം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നതാണ് ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റേണൽ യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്? ബിസിനസിന്റെ പുറത്തു നിന്നുള്ള പല ആളുകൾക്ക് എന്ത് ചെയ്യണം, അതായത് ഇൻവെസ്റ്റേഴ്സിന്, സപ്ലൈയേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, അല്ലെ, അവർക്കൊക്കെ എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അനിവാര്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ത് ചെയ്യാണ്, പല മേഖലകളിലും പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെ വ്യക്തത ഉണ്ടാകണം. ആ വ്യക്തത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഡെയിലി ആയിട്ട് എന്ത് വേണ്ടി വരും, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അനിവാര്യമായിട്ട് വരും. അപ്പൊ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ടിങ്, അല്ലെ, മാനേജ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണെന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലുള്ളത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 4 ബ്രാഞ്ചസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്: ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.